ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിലെ കിഴക്കൻ മേഖലകളിലെ വിവിധ കനാലുകളിൽ വെള്ളമെത്താത്തതും കനാലിനോടനുബന്ധിച്ച ജോലികൾ മുടങ്ങുന്നതും കർഷകരെ ദുരിതത്തിലാക്കുന്നു. സർക്കാർ ഫണ്ട് ലഭിക്കാത്തതിനാൽ തങ്ങൾ നിസ്സഹായരാണ് എന്ന നിലപാടാണ് ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെന്ന് മാത്യു കുഴൽനാടൻ MLA കുറ്റപ്പെടുത്തി. വെള്ളം എത്തിക്കാൻ സർക്കാരിന് പണമില്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് പിരിച്ചു നൽകാമെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. മൂവാറ്റുപുഴ വാലി, പെരിയാർ വാലി, ഇടമലയാർ വാലി തുടങ്ങിയ ജലസേചന പദ്ധതികളോടനുബന്ധിച്ചുള്ള കനാലുകളിലാണ് കൃത്യമായി വെള്ളമെത്താത്തത്. കനാൽ പരിസരം അറ്റകുറ്റപ്പണികൾ നടന്നിട്ടും കാലങ്ങളായെന്നാണ് ആരോപണം. ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ് കർഷകർ. ഓരോ ഫയലിലും ഉറങ്ങുന്നത് ഒരു ജീവനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ 2-3 ആഴ്ചയായി അദ്ദേഹത്തിൻ്റെ അനുമതിക്കായി കാത്തിരിക്കുന്ന ഫയലിൽ ആയിരക്കണക്കിന് കർഷകരുടെ ജീവനാണ് ഉറങ്ങുന്നത്. ഇനി ഒരു കർഷക ആത്മഹത്യ ഉണ്ടായിട്ടേ വെള്ളം വിടുകയുള്ളൂ എന്നതാണോ സർക്കാരിൻ്റെ നയമെന്ന് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. സർക്കാർ പണം അനുവദിക്കാത്തതിനാൽ വകുപ്പിന് ഒന്നും ചെയ്യാനാകില്ലെന്ന സ്ഥിരം മറുപടിയാണ് അധികൃതരിൽ നിന്നുണ്ടാകുന്നതെന്ന് MLA കുറ്റപ്പെടുത്തി. MVP കനാലിൽ വെള്ളമെത്താത്തതിനെ തുടർന്ന് മൂവാറ്റുപുഴയിൽ മാത്രം 8 പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് കർഷകരാണ് കടുത്ത ദുരിതം അനുഭവിക്കുന്നത്. പ്രതിഷേധ സൂചകമായി MLAയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ MVP ഓഫീസിലേക്ക് ജനപ്രതിനിധികളുടെ പ്രതിഷേധ റാലി നടന്നു. ഒരാഴ്ചക്കുള്ളിൽ ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ കർഷകരെ അണിനിരത്തി ശക്തമായ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മീഡിയ 1, കൊച്ചി.